ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസ സന്ദർശിച്ചു. അത് വളരെ ശ്രദ്ധേയമായൊരു വാർത്തയാണ്. കാരണം യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയം, അതിനുശേഷം ഒരു വെടിനിർത്തൽ വന്നു. കുറച്ച് ദിവസം കാത്തിരുന്നു, ബന്ദികളെ വിട്ടുകിട്ടുമെന്ന് കരുതി. പക്ഷേ ബന്ദികളുടെ കാര്യത്തിൽ ഹമാസ് വല്ലാത്ത നാടകങ്ങൾ കളിച്ചു. അവസാനം അവശേഷിക്കുന്ന ഒരു 59ഓളം ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഹമാസ് ഏകപക്ഷീയമായി പിന്നാക്കം പോകുന്ന നീക്കമുണ്ടായതോടെ ഇസ്രായേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചു. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. യുദ്ധത്തിനിടെ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെത്തിയിരിക്കുന്ന ചിത്രം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നു. ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രിയുണ്ട്, അവരുടെ സേനാ മേധാവി ജനറൽ ഇയാൻ സമീറുണ്ട്. ഇവർക്കൊപ്പം ഗാസയിലെത്തി അവിടെ പോരാടുന്ന പട്ടാളക്കാരെ കണ്ടു. ഇതിനിടയ്ക്ക് ഇതിന് 2-3 തലത്തിൽ ഇതിന് പ്രാധാന്യം. ഒന്ന് വ്യാപകമായി ചില പ്രതിഷേധങ്ങൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതിനെതിരെ ഇസ്രായേലിലുണ്ട്. കാരണം ബന്ദികളെ കിട്ടാതെ യുദ്ധം ചെയ്താൽ അവരെ കിട്ടാനുള്ള സാധ്യത മങ്ങിപ്പോകുമെന്ന് പറയുന്നു. ആ തരത്തിലുള്ള ജനങ്ങളുടെ ചില പ്രതിഷേധമുണ്ട്. പിന്നെ റിസർവ് പട്ടാളക്കാരെ വിളിക്കുന്നുണ്ടല്ലോ. റിസർവ് പട്ടാളക്കാരിൽ പ്രത്യേകിച്ച് എയർഫോഴ്സിലുള്ള ചില ആളുകൾ ചേർന്നിട്ട് ഒരു കത്ത് നെതന്യാഹുവിന് എഴുതിയിരുന്നു, യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. റിസർവ് പട്ടാളക്കാർ അങ്ങനെ കത്തെഴുതിയപ്പോൾ വ്യാപകമായി ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങൾ, കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ വലിയൊരു പ്രചാരം കൊടുത്തു. ഇസ്രായേൽ പട്ടാളക്കാർക്ക് ആത്മവിശ്വാസം ചോർന്നു പോകുന്നു, അവരതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ്, അതൊക്കെ പറഞ്ഞു. പക്ഷേ അവരല്ല, റിസർവ് പട്ടാളക്കാരാണ്. കാരണം അവർ സ്കൂളിൽ പഠിക്കുന്നവരും പല ജോലി ചെയ്യുന്നവരുമാണ്. അവരെ ഇടയ്ക്ക് വേണ്ടി വിളിക്കുന്നവരാണ്. കാരണം ഇസ്രായേലിലെ എല്ലാവരും ട്രെയിനിങ് കിട്ടിയതാണല്ലോ. അതല്ലാതെ IDF എന്ന് പറയുന്നവർ വർദ്ധിത വീര്യത്തോടെ യുദ്ധത്തിലാണ്. യുദ്ധത്തിൻ്റെ നടുക്ക് ഗാസയിലേക്ക് നെതന്യാഹു എത്തിയിരിക്കുന്നു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ഗാസയിൽ വന്ന് പട്ടാളക്കാരെ കണ്ട് അവരോട് നേരിട്ട് സംസാരിക്കുകയാണ് നെതന്യാഹു. ആ സമയത്ത് നെതന്യാഹു നിൽക്കുന്ന ഈ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ മുകളിലൂടെ ആകാശത്തോട് ഡ്രോണുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു, സുരക്ഷ ഒരുക്കാൻ വേണ്ടി എന്നൊക്കെ. ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. ഏതായാലും യുദ്ധഭൂമിയിൽ ശത്രു രാജ്യമാണ് ഗസ. അവിടെ നേരിട്ട് ഇസ്രായേലിൻ്റെ പരമോന്നത നേതാവ് എത്തി എന്ന് പറയുന്നത് വല്ലാത്തൊരു ആവേശം സൈനികർക്കുണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് നടന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഫിലാഡൽഫിയ ഇടനാഴിക്ക് പാരലായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശം പിടിച്ചെടുത്തു, മോർഗ് എന്ന് പറയുന്ന പ്രദേശം. ഇക്കാലം അത്രയും ഒരിക്കലും ഇസ്രായേൽ സേന അങ്ങോട്ട് പോയിട്ടില്ലാത്ത അത് പിടിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കി. പിന്നെന്താണ്, സോളമൻ തടാകം, പോണ്ട് ഓഫ് സോളമൻ്റെ പോണ്ടുകൾ തുറന്നു കൊടുത്തു. ഇന്നലെ ടെമ്പിൾ മൗണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശിക്കാനും ആരാധന നടത്താനും ഇതുവരെ അനുമതി കൊടുത്തിരുന്ന ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും ഏറ്റവും പവിത്ര സ്ഥലമായിരുന്ന ടെമ്പിൾ മൗണ്ട് ജൂതന്മാർക്ക് തുറന്നു കൊടുത്തു. 180 പേരെ ഇതിലെ കയറ്റി ഒറ്റ ദിവസം കൊണ്ട്. 6 ബസ്സുകളിലായിട്ട് വന്ന് 30 പേരും ഇതുള്ള ബാച്ചുകളായിട്ട് കയറ്റി. അങ്ങനെ അറബ് ലോകത്തെ ആകെ ഞെട്ടിച്ച്, ഇസ്ലാമിക ലോകത്തെ ആകെ ഞെട്ടിച്ച നടപടിക്ക് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹു ഗാസയിലെത്തിയിരിക്കുന്നത്. അതിലൂടെ നൽകുന്ന ഒരു സന്ദേശം ഇനിയും അത് വായിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നെതന്യാഹു ഹംഗറിയിൽ നിന്ന്, ബുഡാപെസ്റ്റിൽ നിന്ന് നേരെ പറന്ന് അമേരിക്കയ്ക്ക് വരുന്നു. ബുഡാപെസ്റ്റിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപിൻ്റെ വിളി വന്നു, ഉടൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ പറന്ന് അമേരിക്കയിലെത്തി 3 ദിവസം ട്രംപുമായിട്ട് ചർച്ച നടത്തി. എന്തൊക്കെയാണ് ചർച്ചകൾ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. അത് ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ ചർച്ചകളോടെ ഇന്ന കാര്യങ്ങൾ തീരുമാനിച്ചു ഒന്നും അവർ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് അടുത്ത ദിവസമാണ് ഈ ഇസ്ലാമിക ലോകം വലിയ താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ജൂതന്മാർക്കും മറ്റുള്ളവർക്കുമായിട്ട് ഇക്കാലം അത്രയും ഒരു സ്റ്റാറ്റസ് കോയുടെ ഭാഗമായി പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെ തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല, നേരെ ഗസയിലേക്ക് പോയി പട്ടാളക്കാരുമായിട്ട് ചർച്ച നടത്തുന്നു. അപ്പോൾ നോക്കൂ, അവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ഗസയിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ പ്രധാനമന്ത്രിമാർ ഒന്നെങ്കിൽ ഒരു സൗഹൃദ രാജ്യത്തേക്ക് ക്ഷണിക്കുമ്പോൾ പോകും, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് പോകും. ഇവിടെ ഏത് തരത്തില്ല, സൗഹൃദ രാജ്യമല്ല, അവിടെ ക്ഷണിച്ചിട്ട് പോയതല്ല. ഗസയിലേക്ക് എന്തിന് നെതന്യാഹു വന്നു? ഇനി ഗസ എൻ്റെയാണ് എന്ന് പറയുന്നൊരു സൂചനയായിരിക്കാം. ഗസയെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കി. ഇസ്രായേലിൻ്റെ വിശാല ഇസ്രായേലിൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഗസ ഇങ്ങനെ ഇസ്രായേലിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് എന്നും തലവേദനയാണ്. അതുകൊണ്ട് ഇത് നമ്മുടേതാക്കുക എന്നുള്ള ആശയം പണ്ട് മുതലേ ഉണ്ട്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം പോലും എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന, നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഏതായാലും ഇസ്രായേൽ രാജ്യം സമ്പൂർണ്ണമായി സ്ഥാപിക്കപ്പെടുക, വിശാല ഇസ്രായേൽ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഓരോ നിമിഷവും മുന്നോട്ട് പോവുക. കാരണം ഇവരൊക്കെ തോറയും ബൈബിളിൻ്റെ ഭാഗം തന്നെയാണല്ലോ തോറ. ബൈബിളിലെ പഴയ നിയമമാണ് തോറ എന്ന് പറയുന്നത്. അതനുസരിച്ച് കടുത്ത മതവിശ്വാസികളാണ് ജൂതന്മാർ. അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ മതവുമായി ബന്ധപ്പെട്ടാണ്. അവരെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്നത് ഒരു ജൂത മതത്തിൻ്റെയും ജൂത സംസ്കാരത്തിൻ്റെയും ജൂത വിശ്വാസങ്ങളുടെയും
ഒരു വീണ്ടെടുപ്പ് കൂടിയാണ്. കാരണം ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമി, മോശ വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമുണ്ടല്ലോ, ആ കാനാൻ ദേശം എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഒരിക്കലും തകർക്കപ്പെടാനാവാത്തതും ഇസ്രയേലിനെ ഭാരമുള്ള കല്ലുപോലെ ആണ് ഇസ്രയേൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാരകമായ മുറിവ് പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ പോലും ദൈവത്തിൻ്റെ ദൂതനോട് യുദ്ധം ചെയ്തതാണ്. രാത്രി മുഴുവൻ യുദ്ധം ചെയ്തതിന് ശേഷം ആ ദൈവത്തിൻ്റെ ദൂതൻ അനുഗ്രഹിച്ചു വിട്ട് നിന്നെ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അനുഗ്രഹിച്ചു വിട്ടവരാണ് എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. ബിബ്ലിക്കലാണ് ഈ കാര്യങ്ങൾ. നമ്മളൊക്കെ അതൊക്കെ വിശദമായും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബിബ്ലിക്കലായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ബൈബിളിൽ പറഞ്ഞ പോലെ മിക്കവാറും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ വന്ന് പട്ടാളക്കാരോട് സംസാരിക്കുന്നത് പോരാട്ടം തുടരാനുള്ള ആത്മവിശ്വാസം, കരുത്ത്, ആവേശം, പോരാട്ട വീര്യം ആളിക്കത്തിക്കാനാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഇസ്രായേൽ പുറകോട്ടല്ല, യുദ്ധം ഇനിയും തുടരാൻ പോവുകയാണ്. ഇസ്രായേൽ ഗസയെ, ഇപ്പോൾ ഖാൻ യൂണിസിനെ, റാഫയൊക്കെ ഏതാണ്ട് നിശേഷം തകർത്ത് കളഞ്ഞു. അവിടെയുള്ള ഈ അണ്ടർഗ്രൗണ്ട് പുതിയ ടണലുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാസയുടെ ഒരു പ്ലാൻ എന്താണെന്ന് തീരുമാനിച്ചുറച്ച് സമ്പൂർണ്ണമായി ഗാസയെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റുക എന്ന പ്ലാനിന് ഒരാവേശം കൊടുക്കാനാണോ? എന്തായാലും ട്രംപുമായി സംസാരിച്ചിട്ടുണ്ടാവും. അതെ, ട്രംപിൻ്റെ ഗാസ പ്ലാൻ നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമായി, ഒരു ബീച്ച് റിസോർട്ട് പോലെ ഗാസയെ മാറ്റുക, ടൂറിസം കേന്ദ്രമായിട്ട്, റിയൽ എസ്റ്റേറ്റ് കേന്ദ്രമായി മാറ്റുക. ട്രംപിൻ്റെ മരുമകനാണേലും ലോകത്ത് അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റുകാരനാണ്. അപ്പോൾ അങ്ങനെ അത് മാറ്റിയിരിക്കും. ഇവിടുത്തെ ജനതയെ മുഴുവൻ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കടത്തിവിടണം, എന്നിട്ട് ഗാസയെ ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ള പദ്ധതികളൊക്കെ ട്രംപിനുണ്ട്. ട്രംപ് ഉപേക്ഷിച്ചിട്ടില്ല. ട്രംപ് അത് ജോർദാൻ രാജാവിനോട് ഉൾപ്പെടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ള രാജാവിനോട് സംസാരിച്ചു, ഈജിപ്തിനോട് സംസാരിച്ചു. ഇതൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം അമേരിക്കയിലെ ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെയുള്ള അമേരിക്ക ഈ താരിഫ് വാറിൻ്റെ കാര്യത്തിലേക്ക് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ ഗ്രീൻലാൻഡിലേക്ക് ജെ ഡി വാൻസിനെയും, ആദ്യം ജെ ഡി വാൻസിൻ്റെ ഭാഷയെ ഉഷാ ചിലക്കുറിയെ വിട്ടു, തൊട്ടു പിന്നാലെ ജെ ഡി വാൻസ് പോയി, ഇപ്പോൾ അമേരിക്കയുടെ സൈന്യത്തിൻ്റെ ആളുകൾ പോകുന്നു. ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് അജണ്ടകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ പാനാമ കനാലിൻ്റെ കാര്യം. നോക്കുക, പാനാമ കനാൽ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയുന്ന ആ അജണ്ടകളൊന്നും ട്രംപ് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഗാസയെക്കുറിച്ചുള്ള ഈ പ്ലാനിനെ കുറിച്ച് എപ്പോഴും പറയുന്നില്ല എന്നതുകൊണ്ട് ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഗാസ അമേരിക്കയുടേതാക്കുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗമാക്കുക എന്നുള്ള അജണ്ടയിൽ നിന്ന് ട്രംപ് പിന്മാറിയിട്ടില്ല. ഇപ്പോൾ മാത്രമല്ല, ഈ സൗദി അറേബ്യയുമായി പഴയ അബ്രഹാം അക്കോർഡ് പുനഃസ്ഥാപിക്കുക എന്നുള്ള നയവും ട്രംപിൻ്റെ ഭാഗമാണ്. ബിബിയോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ട്രംപും നെതന്യാഹുവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് MBS മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത് പലസ്തീൻ എൻ്റെ വിഷയമല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് പലപ്പോഴായിട്ട് പല വാർത്തകളായി ചിതറി വരുന്ന വാർത്തകളെല്ലാം കൂടെ നമ്മളൊരു ജിക്സോ പസിൽ പോലെ ഒരുമിച്ച് വെക്കുമ്പോൾ ഇതിനൊരു ചിത്രം ഉണ്ടായി വരുന്നുണ്ട്. അതായത് പലസ്തീനികൾ ഇനി ഗസയിൽ വേണ്ട, ഗസ ഇനി ഇസ്രായേൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വപ്നം കാണുന്ന പിറക്കാനിരിക്കുന്ന പലസ്തീൻ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഗസ എന്ന് കരുതണ്ട. അത് ഇസ്രായേലിൻ്റെ ഭാഗമായിരിക്കും. അമേരിക്കയ്ക്കും ഒരുപാട് താല്പര്യമുള്ള ഒരു ഇസ്രായേലിൻ്റെ ഭൂപ്രദേശമായിട്ട് പറയും. ഇസ്രായേലിന് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളെങ്കിൽ ഇസ്രായേലിന് കൊടുക്കേണ്ട. അമേരിക്കയ്ക്ക് സ്വാധീനമുള്ളൊരു സ്ഥലം, അമേരിക്കയ്ക്ക് അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും അമേരിക്കൻ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനുള്ള ഭൂപ്രദേശങ്ങളുണ്ട്. അതുപോലെ അമേരിക്കയുടെ ഒരു ക്യാമ്പ് ആയിക്കോട്ടെ, അമേരിക്കയുടെ ക്യാമ്പായാലും ഇസ്രായേലിന് സന്തോഷം. ചോദിക്കാനും പറയാനും അവർക്കൊരാളുണ്ട്. എല്ലാ ഫ്രീഡവും ഇസ്രായേലിലുണ്ട്. അപ്പം അങ്ങനെ ഒരു പദ്ധതി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ നെതന്യാഹു അവിടെ എത്തിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഞാനതിനെ ഒരു വിശ്വാസവും മതവും ഒക്കെ ആയിട്ട് കൂട്ടിക്കലർത്തി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ഈ സമീപ ദിവസങ്ങളിലാണ് അവിടെ നെതന്യാഹു ട്രംപിൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് സോളമൻ്റെ പോണ്ട് തുറന്നു നോക്കുന്നത്. അത് ശരിക്കും ഒരു ഇറിറ്റേഷനാണ്. ആരെ? ഇസ്ലാമിക ശക്തികളെ ഇറിറ്റേറ്റ് ചെയ്യണം, അവരുടെ കയ്യിലുള്ള ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലത്തെ വിശ്വാസപരമായി ഇസ്രയേലിന് ഇത്രയും പലസ്തീനികളോട് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോട് ഇത്ര വലിയ ശത്രുത ഉണ്ടായിട്ടും ജൂതന്മാരുടെ സംസ്കാരവുമായി വിശ്വാസവുമായി ഏറ്റവും ബന്ധപ്പെട്ട സ്ഥലമായിട്ട് കൂടിയും ഈ ടെമ്പിൾ മൗണ്ട് ഒരു സ്റ്റാറ്റസ് കോ ഉണ്ടാക്കിയിട്ട് മുസ്ലിമുകൾക്ക് മാത്രം പ്രാർത്ഥന നടത്താനുള്ള ഒരു സ്ഥലമായി അനുവദിച്ചു കൊടുത്തിരുന്ന സ്ഥലമാണ്. ബെൻഗിവർ പോലീസ് മന്ത്രിയായിരുന്ന ബെൻഗിവർ അവിടെ പോയപ്പം നെതന്യാഹു തള്ളിപ്പറഞ്ഞ ആളാണ്. ആ നെതന്യാഹു എന്തുകൊണ്ടാണ് ഇന്നലെ ടെമ്പിൾ മൗണ്ട് തുറന്നു കൊടുക്കുന്നത്? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിശബ്ദമായി ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസികളൊക്കെ പറയുന്നത് പോലെ
വാഗ്ദത്ത ഭൂമി വിശാല ഇസ്രയേൽ പുനർജനിക്കുകയാണോ എന്നുള്ള സംശയം പോലും ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ഇസ്രയേലിൻ്റെ മിഡിൽ ഈസ്റ്റിലെ ചിത്രം മാറുകയാണ്. നെതന്യാഹു ഗാസയിൽ കാലുകുത്തിയത് വെറുതെയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.